നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 1-ലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായത് കിർഷോഫ് ലോസ് ആണ്. സോ നമുക്കറിയാം കിർഷോഫ് ലോസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കിർഷോഫ് വോൾട്ടേജ് ലോ, രണ്ട് കിർഷോഫ് കറണ്ട് ലോ. നിങ്ങൾക്ക് വീഡിയോയുടെ സൈഡിൽ തന്നെ കാണാം. അതായത് കിർഷോഫ് ലോ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കിർഷോഫ് വോൾട്ടേജ് ലോയും കിർഷോഫ് കറണ്ട് ലോയും. അതിൽ നമ്മൾ രണ്ട് വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കിർഷോഫ് വോൾട്ടേജ് ലോയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കിർഷോഫ് കറണ്ട് ലോ. സോ ഒരു ബ്രീഫ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കിർഷോഫ് ലോസ്, ഒരു സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ലോ ആണ് കിർഷോഫ് ലോ. കിർഷോഫ് ലോ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കിർഷോഫ് വോൾട്ടേജ് ലോ, കിർഷോഫ് കറണ്ട് ലോ. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിർഷോഫ് വോൾട്ടേജ് ലോയും സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിർഷോഫ് കറണ്ട് ലോയാണ്. സോ ഇവിടെ സ്ക്രീനിൽ കാണാം കിർഷോഫ് വോൾട്ടേജ് ലോ. സോ കിർഷോഫ് വോൾട്ടേജ് ലോ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഞാനിപ്പോൾ കിർഷോഫ് ലോയെ ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യാൻ പോകുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപയുണ്ട്. ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്. സോ എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. എനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 3 പേരുണ്ട്. എനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 3 പേരുണ്ട്. സോ ആ 3 പേർക്ക് ഞാൻ 30,000 40,000 ഇങ്ങനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപയുണ്ട്. ആ 1,00,000 രൂപ ഞാൻ എനിക്ക് കീഴിൽ 3 വർക്കേഴ്സ് ഉണ്ട്. സോ ആ 3 വർക്കേഴ്സിലും 30,000 40,000 എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ എല്ലാം ടേൺ ചെയ്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ വരും? എല്ലാം ടേൺ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ 1,00,000 രൂപ ഉണ്ടായിരുന്നു, അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ എത്ര രൂപ വരും? 0 rupees. ശരിയല്ലേ? സോ ആ മീനിങ് ആണ് ഇവിടെ KVL ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ഡയഗ്രത്തിന് ഞാനൊരു സർക്യൂട്ടിൻ്റെ മോഡൽ കണക്ട് ചെയ്യാം. സോ എൻ്റെ ഈ 1,00,000 രൂപയാണ് ഇവിടുത്തെ എനർജി സോഴ്സ് എന്ന് പറയാം. അതായത് നമ്മളെ KVL കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു എനർജി സോഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ 1,00,000 രൂപയാണ് ഇവിടുത്തെ എനർജി സോഴ്സ്. സോ ഓരോ വർക്കറിലും വെച്ച് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡ്രോപ്പ് ആവുകയല്ലേ? ഓരോ വർക്കറിലും വെച്ച് ഡ്രോപ്പ് ആവുകയാണ്. അതായത് നോക്കാം. സോ 1,00,000 രൂപ എനർജി സോഴ്സ്. അപ്പോൾ 1,00,000 രൂപ ഞാൻ പ്രൊവൈഡ് ചെയ്യണം. ആ 1,00,000 രൂപയിൽ ആദ്യം 30,000 ഡ്രോപ്പ് ഉണ്ടായി. സോ എത്ര? 1,00,000 നിന്ന് 30,000 കുറച്ച് 70,000. സോ ആ 70,000 നിന്ന് വീണ്ടും ഒരു 30,000 കുറവ് വരെയാണ്. സോ 70,000 നിന്ന് ഒരു 30,000 കുറച്ച് 40,000. സോ ആ 40,000 ഒരു 40,000 ഡ്രോപ്പ്. അപ്പോൾ എല്ലാം കൂടെ തിരിഞ്ഞ് വരുമ്പോൾ എത്ര രൂപ വരും എൻ്റെ കയ്യിൽ? 0 rupees. സോ ഇതിനൊരു ഇക്വേഷനായിട്ട് കണക്ട് ചെയ്ത് എന്ത് പറയാം? ഇതിന് ഇക്വേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നവരെല്ലാം പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്യുക, പൈസ കൊടുക്കുന്ന ആൾ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്യുക. എന്താണ്? പൈസ വാങ്ങിക്കുന്ന ആളുകളെല്ലാം പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്യുക, പൈസ കൊടുക്കുന്ന ആൾ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്യുക. സോ ഞാൻ സൈഡ് എഴുതാം. 30,000 പൈസ വാങ്ങിക്കുന്ന ആളാണ്, സോ പോസിറ്റീവ്. അടുത്ത 30,000 വാങ്ങിക്കുന്ന ആളാണ്, പോസിറ്റീവ്. അടുത്ത 40,000 വാങ്ങിക്കുന്ന ആളാണ്, പോസിറ്റീവ്. 1 lakh കൊടുക്കുന്ന ആളാണ്, 1 lakh ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സോ അയാൾ നെഗറ്റീവ്, -1 lakh. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപ വരും? നിങ്ങൾ സ്ക്രീനിൽ കാണാം. 30,000 + 30,000 + 40,000 -1 lakh. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? 0 എന്ന് വരും. സോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. ആ 1,00,000 രൂപ ഞാൻ 3 വർക്കേഴ്സ് ഉണ്ട് എനിക്ക് കീഴിൽ. ആ 3 വർക്കേഴ്സിന് 30,000 40,000 എന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അവസാനം ടേൺ ചെയ്ത് വരുമ്പോൾ എത്ര രൂപ വരും എൻ്റെ കയ്യിൽ? 0. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെ? വർക്കേഴ്സ് എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു, പൈസ പ്രൊവൈഡ് ചെയ്ത് എന്നെ നെഗറ്റീവായിട്ട് എടുത്തു. സോ പോസിറ്റീവുകളെല്ലാം കൂട്ടുക. സോ 30,000 + 30,000 + 40,000 1 lakh മൈനസ് മൊത്തം എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? 1 lakh = 0. ഇനി ഇതിനെ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. പോസിറ്റീവായിട്ടുള്ള ടേംസിനെല്ലാം ഒരു സൈഡ്, നെഗറ്റീവായിട്ടുള്ള ടേംസിനെല്ലാം ഒരു സൈഡ്. സോ പോസിറ്റീവായിട്ടുള്ള ടേംസ് എന്താണ്? 30,000 + 30,000 + 40,000.
നെഗറ്റീവായിട്ടുള്ള ടേമോ ഞാൻ പ്രൊവൈഡ് ചെയ്ത 1 lakh ആണ്. സോ എങ്ങനെ എഴുതാം? പോസിറ്റീവായിട്ടുള്ള ടേംസ്, അതായത് പൈസ വാങ്ങിച്ചവർ നോക്കുമ്പോൾ എത്രയാണ്? ഒരു 30,000 പോയി, ഒരു 30,000 പോയി, ഒരു 40,000 പോയി. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടോട്ടൽ എമൗണ്ട് ആണ് 1 lakh. സോ 1 lakh എന്ന് പറയുന്ന എമൗണ്ട് 30,000, 30,000, 40,000 എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് KVL കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ കൺസെപ്റ്റ് എല്ലാം വെച്ചിട്ട് നമുക്ക് KVLലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് എന്താണ് KVL എന്ന് നോക്കാം. KVL എന്ന് പറയുമ്പോൾ കിർഷോഫ്സ് വോൾട്ടേജ് ലോ. സോ കിർഷോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുമ്പോൾ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ദി ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. ഇവിടെ പറയും ദി ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. അതായത് ഒരു മെഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ലൂപ്പ്. അതായത് ഒരു ലൂപ്പ് മാത്രം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ലൂപ്പ്, അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് മാത്രമുള്ള ഒരു സെക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഷ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ 2 മെഷുള്ള ഒരു പടം വരയ്ക്കുകയാണ്. സോ ഇത് 2 മെഷുള്ള പടമാണ്. സോ അതിൻ്റെ പ്രത്യേകത എന്താണ്? 2 മെഷെന്ന് എനിക്ക് പറയാൻ എങ്ങനെ പറ്റി? ഞാൻ പറഞ്ഞു ഒരു മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ലൂപ്പ്. സോ ഇതൊരു ലൂപ്പാണ്, ഇത് മറ്റൊരു ലൂപ്പാണ്. സോ 2 ലൂപ്പ്. സോ ഒരു ലൂപ്പിനെ നമുക്ക് ഒരു മെഷ് എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെഷ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് മെഷ്. സോ മെഷ് എന്താണ്? എ മെഷ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ക്ലോസ്ഡ് പാത്തിനെ മാത്രമേ നമുക്ക് മെഷായിട്ട് എടുക്കാൻ പറ്റൂ. സോ ഇത് ഒരൊറ്റ ക്ലോസ്ഡ് പാത്താണ്. സോ ഇതൊരു മെഷാണ്. ഇത് ഒരൊറ്റ ക്ലോസ്ഡ് പാത്താണ്. ഇത് ഒരു മെഷാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മെഷ് ഈസ് ഈക്വൽ ടു 2. അതിപ്പോൾ നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ എന്താണ്? ഒരൊറ്റ മെഷേ ഉള്ളൂ, ഒരൊറ്റ സർക്യൂട്ട് ക്ലോസ്ഡ് പാത്തേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ മെഷേ ഇവിടെ ഉള്ളൂ. സോ ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഈക്വൽ ടു 0. അതായത് ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ മെഷ് ഈസ് 0. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ആ എമൗണ്ടിൻ്റെ കൺസെപ്റ്റ് എടുക്കുക. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റെസിസ്റ്റർ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ എന്തുണ്ട്? ഒരു ഡ്രോപ്പ് ഉണ്ടാവും. സോ അതിന് നമ്മൾ V1 എന്ന് കൊടുക്കാം, മറ്റൊരു ഡ്രോപ്പിന് നമുക്ക് V2 എന്ന് കൊടുക്കാം. സോ ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. സോ ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കും. ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കും. ഇനി എങ്ങനെയാണ് കിർഷോഫ്സ് വോൾട്ടേജ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് കറണ്ട് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒറിജിനേറ്റ്സ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് ദ ലോവർ പൊട്ടൻഷ്യൽ. അതായത് കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ബാറ്ററിയുടെ ലോങ്ങർ എൻഡാണ് ഹയർ പൊട്ടൻഷ്യൽ, ഷോർട്ടർ എൻഡാണ് ലോവസ്റ്റ് പൊട്ടൻഷ്യൽ. സോ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ നിന്ന് ആദ്യം ശ്രദ്ധിക്കുക, ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ നിന്ന് ആദ്യം R1ൻ്റെ പോസിറ്റീവ്, ഞാൻ പറഞ്ഞ റെസിസ്റ്ററിൻ്റെ പോസിറ്റീവ് ഇല്ല, R1 അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ പോസിറ്റീവാണ്. സോ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ലോങ്ങർ എൻഡിൽ നിന്ന് ആദ്യം കയറുന്ന എവിടെയാണ്? V1ൻ്റെ പോസിറ്റീവിലാണ്. സോ കറണ്ട് പോസിറ്റീവിലാണ് കയറുന്നതെങ്കിൽ ആ ടേം പോസിറ്റീവാണ്. ഒന്നുകൂടെ പറയാം, കറണ്ട് പോസിറ്റീവിലാണ് കയറുന്നതെങ്കിൽ ആ ടേം പോസിറ്റീവ്. ദാറ്റ് ഈസ് ഇഫ് ദ കറണ്ട് എൻറ്റേഴ്സ് ദ പോസിറ്റീവ് ടെർമിനൽ ദെൻ ദ ടേം ഈസ് പോസിറ്റീവ്. സോ V1ൻ്റെ പോസിറ്റീവിലാണ് എൻ്റർ ചെയ്യുന്നത്. സോ V1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അടുത്തത് ആ കറണ്ട് V1ൽ കൂടെ കയറി, അതായത് R1ൽ കൂടെ കയറി R2ലോട്ട് എത്തുമ്പോൾ V2ൻ്റെ പോസിറ്റീവിലാണ് ടച്ച് ചെയ്യുന്നത്. സോ ആ ടേമും പോസിറ്റീവ്. സോ V1 പ്ലസ് V2. അടുത്തത് R2 നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരുന്ന ഇങ്ങോട്ട് നോക്കിയേ, R2ൽ പോസിറ്റീവ് കയറി നെഗറ്റീവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവിലാണ് കയറുന്നത്. വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവിൽ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഈ കറണ്ടിൻ്റെ ആരോ ഹെഡാണ്, അല്ലാതെ ടെയിൽ. നമ്മൾ ഒരു ആരോയെ നമ്മൾ പറയുന്നത് ഈ പോർഷനെ ഹെഡ് പോർഷൻ എന്നും ഇതിനെ ടെയിൽ പോർഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഹെഡ് പോർഷൻ എന്നും ഇതിനെ ടെയിൽ പോർഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ എപ്പോഴും കറണ്ടിൻ്റെ ആ ആരോയുടെ ഹെഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ കറണ്ടിൻ്റെ ആരോ ഹെഡ് ഇവിടെ പോസിറ്റീവ് കയറുന്നു, ഇവിടെ പോസിറ്റീവ് കയറുന്നു, കറങ്ങി തിരിഞ്ഞ് സോഴ്സിൻ്റെ നെഗറ്റീവിലാണ് കയറുന്നത്. സോ ആ സോഴ്സിൻ്റെ വോൾട്ടേജ് എന്താണ്? നെഗറ്റീവാണ്. ഇസ് ഈക്വൽ ടു എന്താണ്? 0. സോ കാര്യം മനസ്സിലായോ? സോ ഒന്നുകൂടെ പറയാം,
നമ്മുടെ വോൾട്ടേജ് സോഴ്സിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഓൾവേസ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് ദ നെഗറ്റീവ്. അതായത് കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ പോസിറ്റീവിൽ നിന്ന് കറണ്ട് അറൈസ് ചെയ്തു. ആദ്യം കയറുന്നത് റെസിസ്റ്റർ R1 സോ R1 ഒരു പൊട്ടൻഷ്യൽ V1 ഉണ്ട്. V1 എവിടെയാണ് കയറുന്നത്? പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ? പോസിറ്റീവിൽ. അപ്പം ഞാൻ പറഞ്ഞു കറണ്ടിൻ്റെ ആരോ ഹെഡ് പോസിറ്റീവിലാണ് കയറുന്നതെങ്കിൽ ആ ടേം പോസിറ്റീവാണ്. സോ V1 പോസിറ്റീവിലാണ് കയറുന്നത്. സോ V1 ഈസ് പ്ലസ്. അടുത്തത് R1 കൂടെ കയറിയതിന് ശേഷം R2 സോ V2 പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ കയറുന്നത്? V2 പോസിറ്റീവിലാണ് കയറുന്നത്. സോ പ്ലസ് V2. R2 ഇറങ്ങിയതിന് ശേഷം ആ ആരോ ഹെഡ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? സോഴ്സിൻ്റെ നെഗറ്റീവിലോട്ടാണ്. സോ നെഗറ്റീവ് ഓഫ് ദ സോഴ്സ് ആണ്. സോ ആ ടേം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ -V = 0. ഈ കൺസെപ്റ്റ് നമ്മൾ പഴയ പഠിച്ച കൺസെപ്റ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഞാൻ വർക്കേഴ്സിൽ 30,000 റുപ്പീസ് കൊടുത്തു, വീണ്ടും ഒരു 30,000 റുപ്പീസ് കൊടുത്തു, പിന്നെ ഒരു 40,000 റുപ്പീസ് കൊടുത്തു. സോ ഇതാണ് ആക്ച്വലി ആ ഡ്രോപ്പ് എന്ന് ഞാൻ അവിടെ പറഞ്ഞത്. ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പാണ് ഞാൻ ഓരോ ആളുകൾക്ക് കൊടുക്കുന്ന എമൗണ്ട്. അടുത്തത് മൈനസ് ഈ ടോട്ടൽ സോഴ്സ് അല്ലേ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്ത എമൗണ്ട് 1 lakh. ഇതിൻ്റെ സം എടുക്കുമ്പോൾ എന്ത് വരും? 0 വരും. ഇതേ കൺസെപ്റ്റ്. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഞാൻ മോഡിഫൈ ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പോസിറ്റീവ് വോൾട്ടേജിന് ഒരു സൈഡിൽ എഴുതുക, നെഗറ്റീവ് വോൾട്ടേജിന് ഒരു സൈഡിൽ എഴുതുക. അതായത് ഒരു ഇക്വേഷൻ്റെ LHSൽ പോസിറ്റീവ് വോൾട്ടേജും RHSൽ നെഗറ്റീവ് വോൾട്ടേജും എഴുതുക. സോ ഏതൊക്കെയാണ് പോസിറ്റീവ് വോൾട്ടേജുകൾ? കറണ്ട് കയറുന്നതാണ് പോസിറ്റീവ് വോൾട്ടേജുകൾ. പോസിറ്റീവ് കയറുന്നതാണ് പോസിറ്റീവ് വോൾട്ടേജുകൾ. സോ കറണ്ട് പോസിറ്റീവ് കയറുമ്പോൾ V1 പോസിറ്റീവിലാണ് കയറുന്നത്. സോ അതൊരു പോസിറ്റീവ് വോൾട്ടേജാണ്. V2 പോസിറ്റീവിലാണ് കയറുന്നത്. സോ അതൊരു പോസിറ്റീവ് വോൾട്ടേജാണ്. അതേസമയം സോഴ്സ് ആണെങ്കിലോ നെഗറ്റീവിലാണ് കയറുന്നത്. സോ അതൊരു നെഗറ്റീവ് വോൾട്ടേജാണ്. സോ ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 2 ഒന്ന് കമ്പയർ ചെയ്താൽ എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ 1 തന്നെയാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 എന്താണ് പറയുന്നത്? KVLയുടെ ബേസിക് ആയിട്ടുള്ള ലോ എന്താണ്? ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. ദാറ്റ് ഈസ് ദ സം ഓഫ് ഡ്രോപ്പ് മൈനസ് ആ സോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ്റെ മീനിങ് എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ സം ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് വോൾട്ടേജ്. അതായത് പോസിറ്റീവ് വോൾട്ടേജുകളുടെ സം എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജുകളുടെ സമ്മിന് ഈക്വൽ ആണ്. ഇല്ല എങ്കിൽ ഒരു മീനിങ്ങിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ 30,000 പ്ലസ് 30,000 പ്ലസ് 40,000 ഈസ് ഈക്വൽ ടു 1 lakh. ശരിയാണോ നോക്കാം. 30,000 ഞാൻ ഒരു വർക്കറിന് കൊടുത്ത്, 30,000 മറ്റൊരു വർക്കറിന് കൊടുത്ത്, 40,000 മൂന്നാമത്തെ വർക്കറിന് കൊടുത്ത്, എല്ലാം കൂടെ കൂട്ടിയ 1 ലക്ഷം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എമൗണ്ട് എന്താണ്? 1 ലക്ഷം. സോ ടോട്ടൽ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്രോപ്പുകൾക്ക് തുല്യമാണ്. ശരിയാണോ നോക്കുക. ടോട്ടൽ സോഴ്സ് വോൾട്ടേജ് എന്താണ്? V. ആ V ആർക്ക് തുല്യമാണ്? ഈ ഡ്രോപ്പ് വോൾട്ടേജ് V1ഉം V2നും. സോ V1 പ്ലസ് V2 ഇസ് ഈക്വൽ ടു V. അതായത് ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ടെങ്കിൽ അതെന്തായി? ഈ 2 പേരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു 3 വോൾട്ട് എന്നായിരിക്കും, ഇവിടെ ഒരു 7 വോൾട്ട് എന്നായിരിക്കും. ശരിയാണോ നോക്കാം. ഇവരെ സം എത്ര? V1 പ്ലസ് V2 3 പ്ലസ് 7 10. ടോട്ടൽ സോഴ്സ് എത്ര? 10. സോ ടോട്ടൽ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഡ്രോപ്പ് ഇൻ ദ റെസിസ്റ്റേഴ്സ്. അതായത് ടോട്ടൽ സോഴ്സിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്ററിന് അക്രോസുള്ള ഡ്രോപ്പായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ KVLനെ കുറിച്ച് നമ്മൾ 2 കാര്യം പഠിച്ചു. KVLനെ കുറിച്ച് ഫസ്റ്റ് പഠിച്ച കാര്യം ദ ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. അവിടെ മെഷ് എന്തെന്ന് പഠിച്ചു. ഒരു ക്ലോസ്ഡ് പാത്ത് മാത്രമേ നമുക്ക് മെഷായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം സം ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് വോൾട്ടേജ്. അതെന്താണ്? പോസിറ്റീവ് വോൾട്ടേജുകൾ നമ്മൾ കൂട്ടിയാൽ അത് നെഗറ്റീവ് വോൾട്ടേജിന് തുല്യമാണ്. എന്തൊക്കെയാണ് പോസിറ്റീവ് വോൾട്ടേജ്? V1ഉം V2. സോ V1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു, ഇവിടെ ഏതാണ് നെഗറ്റീവ് വോൾട്ടേജ്? സോഴ്സ് V. സോ V. സോ V1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു V. ഇവിടെ വെച്ച് നമുക്കത് പറയാൻ പറ്റും. എന്താണ്? V1 പ്ലസ് V2 ഈ മൈനസ് വിന് അപ്പുറത്ത് കൊടുത്താൽ പ്ലസ് V. സോ V1 പ്ലസ് V2 ഈക്വൽ ടു V. അതിൻ്റെ മീനിങ് എന്താണ്? ടോട്ടൽ സോഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റേഴ്സ്. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്
ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ് ആണ്. അതായത് 10 വോൾട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ് 3 വോൾട്ടെന്നും 7 വോൾട്ടെന്നും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഒരു സർക്യൂട്ട് കാണാം. അതായത് ഞാൻ 20 വോൾട്ട് സോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ താഴെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 20 വോൾട്ട് സോഴ്സ് ഈസ് കണക്റ്റഡ് ടു എ സീരീസ് നെറ്റ്വർക്ക് ഓഫ് 2 ohm, 4 ohm ആൻഡ് 6 ohm. ദെൻ കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് 20 വോൾട്ട് സോഴ്സ് എന്ന് പറയുന്ന ബാറ്ററി ഞാൻ ഒരു സീരീസ് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യണം. ആ സീരീസ് നെറ്റ്വർക്കിൽ ആരൊക്കെ ഉണ്ട് 2 ohm ഉണ്ട്, 4 ohm ഉണ്ട്, 6 ohm ഉണ്ട്. സോ എനിക്ക് ഓരോരുത്തർക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. സോറി ഇവിടെ V3 ആണ്. ഓരോരുത്തർക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. സോ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഒന്ന് ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് I. ഇനി കഴിഞ്ഞ വീഡിയോ അതായത് 4ാമത്തെ സീരീസിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് I is equal to V/R എന്നാണ്. I is equal to V/R. ആറിന് വരെ R ഇക്വലൻ്റ് എന്ന് കൊടുക്കുക. ഈ 4ാമത്തെ സീരീസ് വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ടു ഫൈൻഡ് എ സീരീസ് റെസിസ്റ്റൻസ്. സീരീസ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സം എടുത്താൽ മതി. അതായത് സം ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് ഗീവ്സ് ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഇൻ എ സീരീസ് സർക്യൂട്ട്. സോ 2 + 4 6, 6 + 6 12. സോ അതാണ് നമ്മുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതാം. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സം ഓഫ് റെസിസ്റ്റേഴ്സ് ആരുടെ കേസിൽ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ. സോ 2 + 4 + 6 അതായത് 6 + 6 12 ohm. സോ R equivalent 12. നമ്മുടെ വോൾട്ടേജ് എത്രയാണ് 20. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 5/3. 5/3 വന്നിട്ട് 1.66 ആണ്. 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.66 ആംബിയർ ആണ്. 5/3 = 1.66 ആംബിയർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ വോൾട്ടേജും കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് V = IR എന്ന്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ എ സീരീസ് സർക്യൂട്ട് ദ കറണ്ട് റിമെയിൻസ് സെയിം വൈൽ ദ വോൾട്ടേജ് ഡിവൈഡ്സ്. സോ വോൾട്ടേജ് Vക്ക് വരും V1 എന്ന് പറയുമ്പോൾ Rന് വരെ R1. പക്ഷേ I എന്ത് തന്നെയാണ് സെയിം ആണ്. സോ V2 എന്ന് പറയുമ്പോൾ I × R2. V3 എന്ന് പറയുമ്പോൾ I × R3. സോ V1 എന്താണ് I നമ്മൾ കണ്ടുപിടിച്ച് 1.66 അതായത് 5/3 ആണെന്ന്. സോ 5/3 × R1 എത്ര 2. ആൻസർ എത്ര 10/3. അടുത്തത് V2 = IR2. I എത്രയെന്ന് അറിയാം 5/3 ആണെന്ന് അറിയാം. 5/3 × R2 എത്ര 4. സോ 20/3. ലാസ്റ്റ് ഉത്തരം V3 = I എത്ര 5/3 തന്നെയാണ്. R3 എത്ര 6. 30/3. ഞാൻ 10 എന്ന് എഴുതുന്നില്ല, ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ 10 എന്ന് എഴുതുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ള കിർഷോഫ്സ് ലോ എന്താണ്? കിർഷോഫ്സ് ലോ പറയുന്നത് ദി ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് ഇൻ എ മെഷ് ഈസ് 0. അതായത് ഒരു മെഷിലെ വോൾട്ടേജുകളെല്ലാം നിങ്ങൾ മൊത്തമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 0 ആണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ്? സം ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് വോൾട്ടേജ്. സോ ഏതൊക്കെയാണ് പോസിറ്റീവ് വോൾട്ടേജ് ഏതൊക്കെയാണ് നെഗറ്റീവ് വോൾട്ടേജ് എന്ന് നോക്കാം. സോ കറണ്ടിൻ്റെ ആരോ ഹെഡ് V1 പോസിറ്റീവ് കയറുന്നു, V2 പോസിറ്റീവ് കയറുന്നു, V3 പോസിറ്റീവ് കയറുന്നു. സോ V1 + V2 + V3 = കറണ്ട് 20 വോൾട്ടിൻ്റെ നെഗറ്റീവിലാണ് കയറുന്നത്. സോ V1 എത്രയെന്ന് കണ്ടുപിടിച്ചു 10/3. V2 എത്രയെന്ന് കണ്ടുപിടിച്ചു 20/3. V3 എത്രയെന്ന് കണ്ടുപിടിച്ചു 30/3 = ചെയ്ത് നോക്കാം. 10 എല്ലാവരുടെയും ബേസ് സെയിം ആയതുകൊണ്ട് /3 കോമൺ എടുക്കാം. വാട്ട് ഈസ് 10 + 20 30. 30 + 30 എത്ര 60. 60/3 എത്ര 20 അല്ലേ? സോ അതിൻ്റെ മീനിങ് എന്താണ്? കിർഷോഫ്സ് ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഞാൻ കിർഷോഫ്സ് ലോ എന്താണെന്ന് കൂടെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ. സോ എന്താണ് കിർഷോഫ്സ് ലോ? ദ സം ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് വോൾട്ടേജ്. അതായത് പോസിറ്റീവ് വോൾട്ടേജുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ടോട്ടൽ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്രോപ്പുകൾക്ക് ഈക്വൽ ആണ്. ടോട്ടൽ സോഴ്സ് വോൾട്ടേജ് എത്ര 20. അത് ആർക്ക് ഈക്വൽ ആണ്? ഡ്രോപ്പുകൾക്ക് ഈക്വൽ ആണ്. എത്ര ഡ്രോപ്സ് ഉണ്ട്? വോൾട്ടേജ് ഡ്രോപ്സ് 3 വോൾട്ടേജ് ഡ്രോപ്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ആ 3 വോൾട്ടേജ് ഡ്രോപ്സ്? 10/3, 20/3, 30/3. സോ കിർഷോഫ്സ് ലോ ഇവിടെ ഒബേ ചെയ്യുന്നില്ലേ? സോ ഒരു കിർഷോഫ്സ് ലോയുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് റെസിസ്റ്ററുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് കിർഷോഫ്സ് ലോ വെച്ച് കണ്ടുപിടിക്കാൻ. സോ കിർഷോഫ്സ് ലോ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം?
V1 plus V2 plus V3 equal to V. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് സെയിം ആണ്. കറണ്ട് സെയിം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി V/R എന്ന് ഉപയോഗിച്ചു. ഇവിടെ സീരീസ് ആയതുകൊണ്ട് ഒറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. ആ ഒറ്റ റെസിസ്റ്റൻസ് ആണ് എത്ര, 12 Ω. സോ V/12, V തന്നിട്ടുണ്ട് 20. സോ 20/12 എത്ര കിട്ടി, 5/3 വിച്ച് ഇസ് ഈക്വൽ ടു 1.66 ആംപിയർ. ഇനി അടുത്തത് ഓരോരുത്തരുടെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓംസ് ലോയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, V is equal to IR. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ഡസ് നോട്ട് ഡിവൈഡ്. കറണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. സോ V1 ആണെങ്കിൽ അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് R1, ശരിയല്ലേ? V1 ആണെങ്കിൽ അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് R1 പക്ഷേ കറണ്ട് സെയിം. V2 ആണെങ്കിൽ അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് R2 പക്ഷേ കറണ്ട് സെയിം. V3 ആണെങ്കിൽ അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് R3 പക്ഷേ കറണ്ട് സെയിം. അങ്ങനെ V1, V2, V3 കണ്ടുപിടിച്ചു. ഇവിടെ വെച്ച് നമുക്ക് ആൻസർ നിർത്താം. പക്ഷേ ഞാൻ ഇത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെച്ച് ഞാൻ കിർഷോഫ്സ് വോൾട്ടേജ് ലോ എന്തെന്ന് കാണിച്ചു. എന്താണ് കിർഷോഫ്സ് വോൾട്ടേജ് ലോ? സം ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് വോൾട്ടേജ്. ഇല്ലെങ്കിൽ ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. അതെങ്ങനെ ചെയ്യാം? ഈ 10/3 പ്ലസ് 20/3 പ്ലസ് 30/3 ഈ 20 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും, -20 എന്നാവും. സോ -20 ചെയ്യുമ്പോൾ എന്ത് വരും, ഉത്തരം 0 വരും. ശരിയാണോ നോക്കാം. ഇതൊന്നേന്ന് എഴുതാം, 10/3 പ്ലസ് 20/3 പ്ലസ് 30/3. ഇതെല്ലാം പോസിറ്റീവാണ്, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. പക്ഷേ ഇതെന്താണ്, നെഗറ്റീവ്. -20 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എത്രയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 60/3 20 ആണ്. വാട്ട് ഈസ് 20 - 20? 0. സോ ദി ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ മെഷ് ഈസ് 0. സോ ഈ ഒരു ബേസ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു കണക്ക് വരുമ്പോൾ കിർഷോഫ്സ് വോൾട്ടേജ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റൊരു രീതി ചെയ്യാം. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 20 volt സോഴ്സ് ഈസ് കണക്റ്റഡ് ടു സീരീസ് നെറ്റ്വർക്ക് ഓഫ് 2 Ohm, 4 Ohm ആൻഡ് 6 Ohm. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. സോ അതേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി എന്താണ്, കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം, കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. തേർഡ് സ്റ്റെപ്പിൽ V1, V2, V3 കണ്ടുപിടിച്ചു. സോ ഏതൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. തേർഡ് സ്റ്റെപ്പിൽ V1, V2, V3 ചെയ്തു. പക്ഷേ ഈ കണക്ക് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ അതാണ് ആക്ച്വലി ആര് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡർ റൂൾ പറയുന്നത്. എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ പറയുന്നത്? സോ എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ? സോ വോൾട്ടേജ് ഡിവൈഡർ റൂൾ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം വോൾട്ടേജ് ഡിവൈഡർ റൂൾ. സോ വോൾട്ടേജ് ഡിവൈഡർ റൂൾ പറയുന്നത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഓരോരുത്തർക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ വോൾട്ടേജ് ഡിവൈഡർ പറയുന്നത് നമ്മൾ ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, VRM, അതായത് വോൾട്ടേജ് അക്രോസ് ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റർ. സോ നമുക്ക് ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു ആ റെസിസ്റ്റൻസ് RM ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ എന്താണ് ഫോർമുല? നമുക്ക് ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, VRM. RM എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ VRM എന്ന് പറയുന്നത് ആ ടോട്ടൽ സോഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടോട്ടൽ സോഴ്സ് ഇൻറ്റു ആ റെസിസ്റ്റൻസ്, നമുക്ക് ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആ മൊത്തം റെസിസ്റ്റൻസ് ചെയ്യുക. ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്കിപ്പോൾ 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എത്രയാണ്, V2. സോ V അക്രോസ് 2 Ohm റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്. ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്ര, 20. 20 ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ്, അതായത് ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര, 2 + 4 + 6 എത്ര, 12. സോ ആൻസർ എത്ര, ഇത് 2/12 6. ഇപ്പോൾ 20/6 അതായത് 10/3. ഇതല്ലേ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും കിട്ടിയത്, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടിയില്ലേ. അടുത്തത് ഏതിന് അക്രോസ് ഉള്ളതാണ്, 4ന് അക്രോസ് ഉള്ള. സോ V4, അതായത് 4 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V4 ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് അത് എത്രയാണ്, 20 ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ്. ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഏത് റെസിസ്റ്റൻസിൻ്റെ ആണ്, 4 അല്ലേ, 4 ബൈ ടോട്ടൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 2 + 4 + 6. അപ്പോൾ എത്ര, 12. അപ്പോൾ എത്ര,
20/3 എന്ന് കിട്ടും. നമുക്ക് 20/3 എന്നല്ലേ കിട്ടിയത്. അടുത്ത ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? 6ൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ V6 ഈസ് ഈക്വൽ ടു ടോട്ടൽ സോഴ്സ് എത്ര? 20 ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ്. ദാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് എന്ന് പറയുമ്പോൾ ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് ദാറ്റ്. THAT, നമ്മൾ ഇംഗ്ലീഷിൽ THAT, ദാറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്, അതായത് ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും? 6 ബൈ ടോട്ടൽ. അതെത്രയാണ്? 2 + 4 + 6 12. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 10 എന്ന് വരും. പക്ഷേ ഈ 10 ആണ് നമുക്ക് ആക്ച്വലി അവിടെ 30/3 എന്ന് കിട്ടിയത്. ശരിയല്ലേ? 10-നെയാണ് നമുക്ക് അവിടെ 30/3 എന്ന് കിട്ടിയത്. സോ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? Req കണ്ടുപിടിക്കണം, പിന്നെ കറണ്ട് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഇവരെ കണ്ടുപിടിക്കണം. ഇത് 3 സ്റ്റെപ്പുകളാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒറ്റ സ്റ്റെപ്പ്, ഒരു ഫോർമുല അറിയാമെങ്കിൽ നമ്മൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാം. എന്താണ് ആ ഒറ്റ സ്റ്റെപ്പിൻ്റെ ഫോർമുല? ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, സോ V∪RM. ഇപ്പോൾ RM എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ആണ് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. സോ V∪RM എന്ന് പറയുന്നത് ടോട്ടൽ സോഴ്സ്, സർക്യൂട്ടിലെ ടോട്ടൽ സോഴ്സ് ഇൻറ്റു ഡാറ്റ് റെസിസ്റ്റൻസ്. ഏത് റെസിസ്റ്റൻസിൻ്റെ ആണോ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഏത് റെസിസ്റ്റൻസിൻ്റെയാണ്? RM എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെയാണ്. സോ RM ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ആ സീരീസ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് വെച്ച് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുമ്പോൾ സീരീസ് സർക്യൂട്ടുകളിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എപ്പോഴും സീരീസ് സർക്യൂട്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? വോൾട്ടേജ് ഡിവൈഡർ, അതിനൊന്ന് അനലൈസ് ചെയ്ത്. വോൾട്ടേജ് ഡിവൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ, അതായത് 3ാമത്തെ സീരീസ് പറഞ്ഞു, നമ്മൾ സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യത്തില്ല, വോൾട്ടേജ് മാത്രമേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ എന്ന് പേര് വന്നത്. സോ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? സീരീസ് സർക്യൂട്ടിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? വോൾട്ടേജ് അക്രോസ് ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ്, മെയിൻ സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നിങ്ങൾ സ്ക്രീനിൻ്റെ താഴെ തന്നെ ആ ഫോർമുല എഴുതിയിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മെയിൻ സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതിന് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ എഴുതി കാണിച്ചു തരാം. വോൾട്ടേജ് അക്രോസ് ദാറ്റ് ഇസ് ഈക്വൽ ടു മെയിൻ സോഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് ദാറ്റ് ബൈ ടോട്ടൽ, ഞാൻ സിഗ്മ എന്ന് എഴുതുന്നില്ല, ടോട്ടൽ റെസിസ്റ്റൻസ്. സോ നമുക്കൊരു ഫോർമുല കിട്ടി. വോൾട്ടേജ് അക്രോസ് ദാറ്റ് റെസിസ്റ്റൻസ്, അതായത് നമുക്ക് വേണ്ട റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് എത്രയാണ്, ഇസ് ഈക്വൽ ടു മെയിൻ സോഴ്സിൻ്റെ നമ്മുടെ വേണ്ട റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ ഇനി നേരത്തെ പഠിപ്പിച്ച ഫോർമുല നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണെങ്കിൽ സിമ്പിളായിട്ടൊരു മെത്തേഡിൽ നമുക്ക് ഒരു ഫോർമുല ഇല്ലാതെ തന്നെ ഈ കണക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ റേഷ്യോസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ കണക്ക് ചെയ്യാം. അതായത് റെസിസ്റ്റൻസ് നോക്കിക്കേ, 2 ohm 4 ohm 6 ohm, അതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് 2:4:6. നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ എന്തെന്ന് കിട്ടും? 1:2:3 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് V = IR എന്ന്. സോ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിത് ഓംസ് ലോയിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ V പ്രൊപ്പോർഷണൽ ടു I എന്നാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. ഈ സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ട് വിൽ നോട്ട് ഡിവൈഡ് ബട്ട് ദ വോൾട്ടേജ് ഡിവൈഡ്സ്. കറണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യത്തില്ല, പക്ഷേ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്നാണ്. എന്താണ്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. സോ ഇത് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണെങ്കിൽ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:2:3. സോ എന്താണ്? നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുക, 2:4:6. അത് തന്നെയാണ് 1:2:3. ഇവിടെ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. സോ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്ത് തന്നെയാണ്? 1:2:3. സോ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഇൻറ്റു ദാറ്റ് പാർട്ട് ബൈ ടോട്ടൽ വാല്യൂ. ടോട്ടൽ വാല്യൂ എത്ര? 20 വോൾട്ടാണ്. 1ൻ്റെ ഷെയർ എത്രയും നോക്കാം. 1ൻ്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഇൻറ്റു ദാറ്റ് വാല്യൂ 1 ബൈ ടോട്ടൽ എത്ര? 1 + 2 3, 3 + 3 6. ആൻസർ എത്ര? 20/6, ദാറ്റ് ഈസ് 10/3. അടുത്തത് 2ൻ്റെ ഷെയർ എത്ര? 2ൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ ടോട്ടൽ വാല്യൂ 20 ഇൻറ്റു 2 ബൈ
ടോട്ടൽ എത്ര? 1 + 2 3, 3 + 3 6. ആൻസർ എത്ര? ആൻസർ ചെയ്ത് വരുമ്പോൾ എത്ര? 20/3 എന്ന് കിട്ടും. അടുത്തത് 3യുടെ ഷെയർ എത്ര? 3യുടെ ഷെയർ എന്ന് പറയുമ്പോൾ 20 × 3 ടോട്ടൽ എത്ര? 1 + 2 3, 3 + 3 6, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 10 എന്ന് വരും. 10 തന്നെയാണ് നമ്മളവിടെ പറഞ്ഞ 30/3. സോ ഞാനൊരു ഫോർമുല യൂസ് ചെയ്യാതെ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച റേഷ്യോ യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്തു? ഞാൻ ഈ കണക്ക് ചെയ്തു. സോ ഇതുപോലെ നമുക്കും ചെയ്യാം. അതായത് ഫോർമുല ഒന്നും ആവശ്യമില്ല. സോ റേഷ്യോയുടെ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ. അതായത് റേഷ്യോയുടെ കൺസെപ്റ്റ് എന്താണ്? ഇപ്പോൾ 100 സ്റ്റുഡൻസിൽ പാസ്ഡ് സ്റ്റുഡൻസ് ടു ഫെയിൽഡ് സ്റ്റുഡൻസിൻ്റെ റേഷ്യോ 4:6 ആണെന്ന് വിചാരിക്കുക. സോ മൊത്തം പാസ്ഡ് സ്റ്റുഡൻസ് എത്ര? 100 × 4 ടോട്ടൽ 10 എത്ര വരും? 100, 10, 40 സ്റ്റുഡൻസ് പാസ്സായി. അപ്പോൾ 60 സ്റ്റുഡൻസ് എന്തായിരിക്കും? ഫെയിൽഡ് ആയിരിക്കും. 100ൽ 40 സ്റ്റുഡൻസ് പാസ്സായി, എങ്കിൽ 60 സ്റ്റുഡൻസ് ഫെയിൽ ആയിരിക്കും. ആ റേഷ്യോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോർമുല ഇല്ലാതെ ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മറ്റൊരു മെത്തേഡ്. സോ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് കറണ്ട് കണ്ടുപിടിച്ച്, ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കറണ്ട് കണ്ടുപിടിച്ച് വാല്യൂസ് കണ്ടുപിടിക്കുക. ഇല്ലാതെ ഡയറക്റ്റ് മെത്തേഡ്, അതായത് വോൾട്ടേജ് ഡിവിഷൻ റൂളിൻ്റെ മെത്തേഡും പഠിച്ചു. ഇത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ തന്നെയാണ്, പക്ഷേ നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്യുന്നില്ല. റേഷ്യോയുടെ കൺസെപ്റ്റ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ.